ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് ലൈൻ ഇൻ്റഗ്രലിനെ പറ്റിയിട്ടായിരുന്നു. അതിൻ്റെ 2-3 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, പാരാമീറ്റർ മെത്തേഡൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലോസ്ഡ് കർവ്. ഓക്കെ, ഒരു ക്ലോസ്ഡ് കർവിൽ എങ്ങനെയാണ് ലൈൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്ലോസ്ഡ് കർവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു കർവ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇതാണ് ഇത് ക്ലോസ്ഡ് ആയില്ലല്ലേ, ഇതാണ് ക്ലോസ്ഡ് കർവ് എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെന്ന് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇത് ക്ലോസ്ഡ് കർവ് ആണ് എങ്കിൽ ഇതിവിടെ 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കർവ് ഡിഫറൻഷ്യബിൾ, കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, ഇവിടെയും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 ഭാഗത്ത് എന്തുണ്ട്, ഡിസ്കണ്ടിന്യൂറ്റീസ് 4 ഭാഗത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ 4 കർവുകളാക്കിയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുക. C1, C2, C3, C4. ഓക്കെ, അങ്ങനെ വരുമ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C3 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C4. ഓക്കെ, ആ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഡിഫൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യന് എന്താ നോക്കാം. ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ അല്ലേ, ഇൻ്റഗ്രൽ ഓവർ സി y square dx minus x square dy on the closed curve C that is shown in figure. ഇതാണ് ഫിഗർ തന്നിട്ടുള്ളത്. ഈ ഫിഗറിലുള്ള ഈ ക്ലോസ്ഡ് കർവിൻ്റെ മുകളിൽ നമ്മളോട് ഈ ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ സി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 2 എണ്ണമാണ്. എത്ര C1, കാരണം ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട് അല്ലേ, ഇവിടെ എന്തുണ്ട്, ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. നോക്കുക, അപ്പോൾ നമ്മളുടെ ഈ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ കുഞ്ഞാപ്പുകളിൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്കണ്ടിന്യൂറ്റീസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും. അപ്പം ഇത് 3 എണ്ണാക്കിയിട്ട് എടുക്കാൻ പറ്റും. ആദ്യത്തേത് ഞാൻ C1 ആക്കിയെടുത്തു, രണ്ടാമത്തത് C2 ആക്കിയെടുത്തു, മൂന്നാമത്തത് C3 ആക്കിയെടുക്കാം. അപ്പം ഇനി ഇതിൻ്റെ എക്സിൻ്റെയും വൈൻ്റെ വാല്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണ്, 0,0 ആണ്. ഇതെത്രയാണ്, 1, 2 ആണ്. 2, y എന്താണ്, 0 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്താണ് വരുന്നത്, ഇത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് വൈയിൽ 1, 2, 3, 4ലാണ്. അതുപോലെ എക്സിൽ 2 ആണ്. അപ്പോൾ 2, 4 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് 2 കേസുകൾ അല്ലേ വരുന്ന കേസ് നോക്കാം. 2 കേസുകളാണുള്ളത്, അല്ലെങ്കിൽ 3 കേസുകളാണുള്ളത്. അതായത് C1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് 1ൽ C1 ആണ്. C1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y ഈക്വൽ ടു 0യും എക്സ് എന്ന് പറയുന്നത് മാത്രമാണ് വേരി ചെയ്യുന്നത്. എവിടുന്ന് അങ്ങോട്ട് y 0 ആണ്. ഇതാ നോക്കുക C1ൽ അല്ലേ. പിന്നെ എക്സ് എവിടുന്ന് അങ്ങോട്ടാണ്, ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0 മുതൽ 2 വരെയാണ്. അപ്പോൾ എക്സ് വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, 2 വരെയാണ്. ഇനി C2ലുള്ള കേസ് നോക്കുക. C2 എന്ന് പറയുന്നത് എന്താണ്, C2ൻ്റെ കേസിൽ നമുക്ക് പറയുന്നത് എന്താണ് നോക്കുക. C2ൽ എന്താണ്, എക്സും എക്സ് എന്താണ്, എക്സ് ഈക്വൽ ടു 2 ആണ് അല്ലേ, എക്സ് 2 ആണ്. പക്ഷേ വൈ എന്താ വരുന്നത് നോക്കാം. വൈ ഇവിടുന്ന് ഇങ്ങനെ 4 വരെ 0യിൽ നിന്നും 4ലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അടുത്ത കേസ്, ലാസ്റ്റ് കേസ്, ഇനി ഒരു കേസും കൂടിയേ ഉള്ളൂ അല്ലേ കേസ് അല്ലേ. അവിടെ ഈ കേസിൽ എന്താ വരുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ലാസ്റ്റ് കേസ് C3 ആണ് അല്ലേ. C3യിൽ എന്താ വരുന്നത്, C3യിൽ നമുക്ക് വരുന്നത് C3 ഈക്വൽ ടു അല്ലെങ്കിൽ C3 ഇംപ്ലൈസ്
C3ൻ്റെ കേസ് എന്താ വരുന്നത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട്? C3 ഇംപ്ലൈസ് എന്താണ് നമുക്ക് വരുന്നത്? അതായത് എക്സ് വരുന്നുണ്ട് അല്ലേ, ഇല്ലടവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ വരുന്നത് നോക്കുക. C3 ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഡയറക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ C3 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഏതിൻ്റെ ഇടയിലാണ് കളിക്കുന്നത്? 0ൻ്റെയും 2ൻ്റെയും. ഇവിടെ നോക്കുക, ഇതാണ് C3 ഇവിടെ മുതൽ ഇവിടം വരെ. അപ്പം എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എടുക്കുക 0 to 2. അപ്പം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. പക്ഷേ വൈൻ്റെ കേസും ശ്രദ്ധിക്കുക. എവിടെ മുതലാണ്? ഇവിടെ നോക്കുക, ഇവിടെ 0 മുതൽ 4 വരെയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഇങ്ങനെ 3 കേസുകളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 കേസുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുകയാണ് പ്രൂവ് ചെയ്യാൻ കേസ് 1. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് കേസ് 1 എടുക്കേണ്ടതെന്ന്? കാരണം ഈ ഇൻ്റഗ്രൽ എടുക്കണമെങ്കിൽ C1 ഇൻ്റഗ്രൽ ഓവർ C1 കാണണം, ഇൻ്റഗ്രൽ ഓവർ C2 കാണണം, ഇൻ്റഗ്രൽ ഓവർ C3 കാണണം. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വരുന്നത്. അപ്പം ഇനി C4 ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ C4 എടുക്കണം. എന്നിട്ട് 3 കൂടി കൂട്ടി എഴുതുന്നതാണ് ഇൻ്റഗ്രൽ ഓവർ C ക്ലോസ്ഡ് കർവ് എന്നുള്ളത് പറയാം. അപ്പോൾ C1 കേസ് 1 എന്താണ്? C1 ആണ് അല്ലേ? കേസ് 1 എന്ന് പറയുന്നത് അല്ലെ C1 എന്ന് എഴുതിയേക്കാം അല്ലേ? C1ൻ്റെ മോള് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്കറിയുന്ന സംഭവങ്ങൾ എന്താണ്? ഇവിടെ C1ൽ എന്താണ്? എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അതിൽ നിന്നും ഇൻ്റഗ്രൽ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ dx കാണണം, dy നമുക്ക് ചെക്ക് ചെയ്യണം. dx എന്താണെന്നും dy എന്താണെന്നും ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം എക്സിൻ്റെ വാല്യൂ 0 മുതൽ 2 വരെ എന്ത് ചെയ്യുന്നുണ്ട്? 0 മുതൽ 2 വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എക്സ് എന്താണ്? ഒരു വേരിയബിൾ ആണ്. പക്ഷേ y കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ dx ആയിട്ട് തന്നെ നിലനിൽക്കും. പക്ഷേ dy എന്തായി മാറും? dy ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻ്റ് ഈസ് 0. dx എന്ന് പറയുന്ന വേരിയബിൾ ആയതുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് x എന്നായിട്ട് കിട്ടും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ ഓവർ C1 എന്താണ് വരിക? C1 y സ്ക്വയർ dx പ്ലസ് അല്ലേ? y സ്ക്വയർ dx പ്ലസ് ഇനി അടുത്തത് എന്താണ്? ഇൻ്റഗ്രൽ ഓവർ പിന്നെന്താണ് വരുന്നത്? എക്സ് അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് അല്ല മൈനസ് ആണ്. dx മൈനസ് എക്സ് സ്ക്വയർ dy ആണ്. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ഇത് C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C1ൻ്റെ കേസ് നോക്കുക. dxൽ എക്സ് ഡെറിവേറ്റീവ് വേരി ചെയ്യുമ്പോൾ 0 to 2 ആണ്. അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. 0 to 2 എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എങ്ങനെ? 0ൽ നിന്ന് 2ലേക്ക് തന്നെയാണ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പറയാം ഇൻ്റഗ്രൽ dxലായതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ 0 to 2 എക്സ് ആണ് അല്ലേ? 0 to 2. ഇനി ഇവിടെ എന്താണ്? dx y സ്ക്വയർ എന്ന് പറയുമ്പോൾ y എന്താണ്? ഇവിടെ 0 ആണ്. ദാറ്റ് മീൻസ് 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു dx അല്ലേ? മൈനസ് എക്സ് സ്ക്വയർ വേരി ചെയ്യുന്നുണ്ട് 0 to 2 ഇൻറ്റു dy എന്താണ്? ഇവിടെ 0. അപ്പം ഇൻറ്റു 0 തന്നെയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ അല്ലേ? എക്സ് സ്ക്വയർ ഇൻറ്റു dy പകരം എന്ത് കൊടുത്താൽ മതി? 0 കൊടുക്കുക ഇൻറ്റു 0. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മീനിങ് എന്താണ്? 0 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു dx എന്ന് പറഞ്ഞാൽ 0. അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 അല്ലേ? ഇത് 0 ആണെന്ന് കിട്ടി. അതായത് ഇൻ്റഗ്രൽ ഓവർ C1 ഇൻ്റഗ്രൽ C1 അല്ലെങ്കിൽ ഇൻ്റഗ്രൽ y സ്ക്വയർ dx മൈനസ് എക്സ് സ്ക്വയർ dy ഓവർ ദി C1 അല്ലേ? എന്താണ്? 0 ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു.
ഇനി അടുത്ത കേസാണ് നമുക്ക് കാണാനുള്ളത്, കേസ് 2 അല്ലേ. അടുത്ത കേസ് ഏതാണ്? C2ൻ്റെ കേസാണ്. അടുത്ത C2ൻ്റെ കേസിൽ എന്താണ് വരിക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? C2ൻ്റെ കേസിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് വരുന്നത്? എന്താണ് വരുന്നത്? x = 2 y 0 to 4 ആണ്. അതായത് x = 2 ആണ്. അതുപോലെ തന്നെ y 0 to 4, അതായത് y <0 y < 4 ആണ്. ഈ കേസിൽ ഡയറക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എവിടെ നിന്ന് അങ്ങോട്ടാണ്? 2 to 2, 0 to 4ലേക്കാണ് ഡയറക്ഷൻ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഡയറക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് ഇവിടെ 0 to 4ലേക്കാണ് ഡയറക്ഷൻ. ചിലത് 4ൽ നിന്നും അടുത്ത കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓരോന്നും ചെക്ക് ചെയ്യണം. കാരണം എന്തുകൊണ്ട്? ഇവിടെ നോക്കുക, ഗ്രാഫിൻ്റെ ഡയറക്ഷൻ വൈൻ്റെ ആക്സിസിലാണ് ഡയറക്ഷനിൽ. അപ്പോൾ 0ൽ നിന്നും 0 ആണ് ഇവിടെ ഉള്ളത്. കാരണം 2 ആണ്. അപ്പോൾ ഡയറക്ഷനിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ 0ൽ നിന്നും 4ലേക്ക് ഡയറക്ഷൻ നോക്കുക. 0 4ലേക്കാണ് ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ C2 y² dx ആണോ? ഇവിടെ അതിൻ്റെ മുമ്പ് dxഉം dy അങ്ങ് കണ്ടാളുക. dx = x = 2 ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 2 എന്ന് പറയുന്നത് 0 ആണ് പക്ഷേ y 0 to 4 വേരിയബിൾ ചെയ്യുന്നതും കൊണ്ട് അത് dyn ആയിട്ട് നിൽക്കും. ഓക്കെ, dy = dyn. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ C2 y² dx മൈനസ് x² dy വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്ന് നോക്കുക. dxൽ മാറ്റങ്ങളൊന്നുമില്ല 2ൽ. അപ്പം dy ആണ് ഇവിടെ 0 to 4 വേരി ചെയ്യുന്നത്. അപ്പോൾ 0 to 4 പ്രത്യേകം ശ്രദ്ധിക്കുക. കർവ് C ആണെന്ന് പറയുന്നത് 0 to 4 ആണ് 0 to 4. ഇനി അടുത്ത കേസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് y² dx. y² dx. dx എന്താണ് ഇവിടെ? 0 ആണ്. മൈനസ് x² മൈനസ് x² dy. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ x എന്താ നോക്കുക. x = 2 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് x = 2 എന്ന് പറയുമ്പം x² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2² എന്താണ്? 4 അപ്പോൾ വിച്ച് ഈസ് 4 dy വിച്ച് ഈസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -4 y. ഡിവൈൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ -4y ഫ്രം വേർ ടു വേർ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക 0 to 4. ദെൻ യു വിൽ ഗെറ്റ് എന്താണ് കിട്ടുക? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക 4 അപ്ലൈ ചെയ്യുമ്പോൾ 4 × 4 16. അപ്പം -16 മൈനസ് പ്ലസ് 0. വൈക്ക് 0 കൊടുത്താൽ 4 × 0 0. അപ്പോൾ 0. അപ്പോൾ -16 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? C2 കിട്ടുന്നത്. അടുത്തത് കേസ്. അപ്പം 2 കേസ് നമ്മൾക്കിപ്പോൾ കഴിഞ്ഞു. അടുത്ത കേസാണ് ഇനി എടുക്കാനുള്ളത്. ഇനി കേസ് C3. കേസ് C3 ഒന്ന് ശ്രദ്ധിക്കുക. കേസ് C3ൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. കേസ് C3ൽ 0 to x എന്ന് പറയുന്നതും y എന്ന് പറയുന്നതും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് താഴോട്ടാണ് നോക്കുക. 4ൽ നിന്നും നോക്കുക, അല്ലെങ്കിൽ 2ൽ നിന്നും 0ലേക്ക്, അല്ലെങ്കിൽ 4ൽ നിന്നും 0ലേക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകം സബ്സ്റ്റിറ്റ്യൂട്ടും ഒക്കെ ചെയ്യും. നമ്മൾ തരികിട അപ്ലൈ ചെയ്യും. കാരണം എന്തുകൊണ്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുണ്ട്? y = x² ആണ് തന്നിട്ടുണ്ട്. നോക്കുക, C3ൽ y = എന്താണ്? x² ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ C3ൽ ആദ്യം തന്നെ y = x². അടുത്ത കണ്ടീഷനാണ് y = എന്താണ്? x². അടുത്തത് എന്താണ്? 0 < x < 2 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ y പിന്നെ ഏതാ തന്നത്? 0 < y
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ നോക്കാം. ഡയറക്ഷൻ ഇവിടെ നോക്കുമ്പോൾ അത് അഡ്ജസ്റ്റ് നോക്കാം. 2ൽ നിന്നും 0ലേക്ക്, 4ൽ നിന്നും 0ലേക്ക് ഡയറക്ഷൻ ഇതാണ് ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ 2ൽ നിന്നും 0ലേക്ക്, 4ൽ നിന്നും 0ലേക്ക്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എഴുതുക. സിമ്പിൾ. 2ൽ നിന്നും 0ലേക്ക്, അതുപോലെ 4ൽ നിന്നും 0ലേക്ക്. ജസ്റ്റ് ഞാൻ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ dy ഈക്വൽ ടു നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് dy ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? dy എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡി അല്ലേ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു ഡി എക്സ് അല്ലേ, അങ്ങനെയാണ് വരിക. കറസ്പോണ്ടിങ് ആയിട്ട് 2x ഇൻറ്റു ഡി എക്സ്. അപ്പോൾ വൈൻ്റെ സ്ഥാനത്തൊക്കെ നമുക്ക് എക്സ് സ്ക്വയർ എന്നും ഡിവൈൻ്റെ സ്ഥാനത്തൊക്കെ 2x ഇൻറ്റു ഡി എക്സ് എന്നും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇൻ്റഗ്രൽ അല്ലേ, ഇൻ്റഗ്രൽ C3 അല്ലേ വൈ സ്ക്വയർ ഡി എക്സ് അല്ലേ, ഡി എക്സ് അല്ലേ, എല്ലാത്തിനെയും നമ്മൾ മാറ്റുകയാണ്. വൈ സ്ക്വയർ ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ, ഇതാണ് നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരിക. ഇനി എല്ലാത്തിനെയും ഞാൻ മാറ്റാൻ പോവുകയാണ്. C3 വൈ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് അപ്ലൈ ചെയ്യാം? വൈൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ, ഡി എക്സ് തെറ്റൊന്നുമില്ലല്ലോ. ഇനി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ, ഡി വൈൻ്റെ സ്ഥാനത്ത് 2 ഇൻറ്റു എക്സ് ഡി എക്സ്. അപ്പം 2 ഇൻറ്റു എക്സ് ഡി എക്സ് അപ്ലൈ ചെയ്യാം. ദെൻ അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ കുഞ്ഞാപ്പുകളും ഏതിലേക്ക് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ സി അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ കുഞ്ഞാപ്പുകളും C3 ഇൻ്റഗ്രൽ ഓവർ സി എക്സ് റൈസ് ടു 4 ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇതെന്ന് പറയുമ്പോൾ 2x³ അല്ലേ, 2x³ ഡി എക്സ്. എല്ലാം എക്സിലുള്ള ടേമാണ്. എക്സിലുള്ള ടേം എന്ന് പറയുമ്പം എക്സ് എവിടെ മുതൽ എങ്ങോട്ടാണ്? 0 to 2ലേക്കാണ് എന്ന് കിട്ടി. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട്, 0 to 2 വരെ വേരി ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ എവിടുന്ന് എങ്ങോട്ടാണ്? 2ൽ നിന്നും 0ലേക്കാണ് എക്സ് വരിക. വൈ വരിക 4ൽ നിന്നും വൈൻ്റെ ടേം എടുക്കണമല്ല, ആരെടുത്താൽ മതി? ഈ കുഞ്ഞാപ്പ് എക്സിൻ്റെ ടേം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ C3 എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സിൻ്റെ ഇതിൻ്റെ 0 to 2 വരെ അതിൻ്റെ ഇടയിലെ എക്സ് കളിക്കുള്ളൂ. പക്ഷേ ലിമിറ്റ് എവിടുന്ന് എങ്ങോട്ട് എടുക്കണം? 2 to 0 എന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ 2 to 0 ഓക്കെ 2 to 0 എന്താക്കി എടുക്കുക? കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് റൈസ് ടു 4 പിന്നെ മൈനസ് രണ്ടും ഡി എക്സ് ആയതുകൊണ്ട് 2x³ ഡി എക്സ്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് റൈസ് ടു 5/5 മൈനസ് 2x³ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് റൈസ് ടു 4 അല്ലേ, 2x റൈസ് ടു 4/4 അല്ലേ, ഫ്രം വേർ ടു വേർ 2 to 0 അല്ലേ. ദെൻ ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടാണ് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ചെറിയൊരു മാറ്റം വരുത്താം. എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 1/2 ആക്കാം. എക്സ് റൈസ് ടു 4/2 ആവും അല്ലേ. 2 ഫ്രം വേർ ടു വേർ 2 to 0 കറസ്പോണ്ടിങ് വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി അപ്ലൈ ചെയ്യാം. 0 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം സീറോസ് അല്ലേ, ഇത് മൊത്തം 0 മൈനസ് ഓഫ് 2 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 റൈസ് ടു 5/5 അല്ലേ, മൈനസ് 2 റൈസ് ടു 4/2 പറയൂ 4/2 അല്ലേ, 2 റൈസ് ടു 4/2 എന്ന് കിട്ടും കറസ്പോണ്ടിങ് ആയിട്ട്. അതായത് അതിൻ്റെ മീനിങ് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ഇത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് അപ്പോൾ 2 റൈസ് ടു 5 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? 32 അല്ലേ, 32/5 അല്ലേ, 32/5 മൈനസ് ഉണ്ട്. അപ്പം മൈനസ് 32/5 മൈനസ് മൈനസ് പ്ലസ് ആവും പ്ലസ്. ഇനി അടുത്ത 2 റൈസ് ടു 4 എന്ന് പറയുമ്പോൾ എന്താണ്? 16 അല്ലേ, 16/2 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു
നമുക്ക് ഇതിൽ ഒന്നെങ്കിൽ 5 കൊണ്ടും രണ്ട് സ്ഥലത്തും ഇവിടെ 2 കൊണ്ടും ഇവിടെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10ലേക്ക് മാറ്റാൻ 72/36 കൺസെപ്റ്റ്സിലേക്ക് വരും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് വരിക /5 വരും അല്ലേ, 16/10 വരും. ദാറ്റ് ഈസ് 8/5 വരും കേട്ടോ ഇതിൻ്റെ ആൻസർ. ഓക്കെ, 8/5. അങ്ങനെ ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 കേസുകളും കൂടി കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം ആൻസറുകളായി കഴിയാണ്. അപ്പോൾ ഇനി ഇൻ്റഗ്രൽ അല്ലേ C1 ഇൻ്റഗ്രൽ C അല്ലേ, ഇൻ്റഗ്രൽ ഓവർ C y² dx മൈനസ് x² dy എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C1 dy² അല്ലേ, C1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C3 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യത്തേൽ C1 0 ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ എന്തായിരുന്നു കിട്ടിയത്? രണ്ടാമത്തെ എന്താണ്? -16 തോന്നുന്നു അല്ലേ. -16 രണ്ടാമത്തെ -16 ആണ്. അപ്പം മൈനസ് പ്ലസ് ഉള്ളത് -16 ആക്കണം. -16 പ്ലസ് 8/5 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും ചെയ്തിട്ടുണ്ട് എങ്കിൽ 5 × 16 അപ്പം 25 അപ്പം 72 -8 കുറച്ചാൽ മൈനസ് അല്ലേ -72/5 കിട്ടും. ഓക്കെ, -72/5. അപ്പം ഇതാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത് മറന്നു പോയത്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഹോംവർക്കാണ്. എന്താണ് ഹോംവർക്ക്? ഇവാലുവേറ്റ് integral over C 2x plus y dx plus xy dy on the given curve between 1 -1 to 5. ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യത്തേത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, y = x + 3. y = x + 3. അപ്പോൾ ഇത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇൻ്റഗ്രൽ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സിനെ വൈനൊക്കെ എന്താക്കിയാൽ എക്സിൻ്റെ ടീമിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ ഇവിടെ dy = എന്ന് പറഞ്ഞാൽ dx + 3 എന്നാണ് ഉണ്ടാകുക. അപ്പോൾ dx പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ് വരിക അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0. അപ്പോൾ dx എന്നാണ് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. അത് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ കേസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. വൈൻ്റെ സ്ഥാനത്തൊക്കെ x + 3യും dy സ്ഥാനത്തൊക്കെ dxും കൊടുത്താൽ മതി. എക്സിൻ്റെ സ്ഥാനത്തൊക്കെ x + 3 ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ്. അപ്പം എക്സിൻ്റെ ടേമിലേക്ക് മാറും. അപ്പോൾ എക്സ് എവിടം മുതൽ എവിടം വരെയാന്ന് നോക്കാം. -1 മുതൽ 2 വരെയാണ്. അപ്പം അവിടെ എന്ത് കിട്ടി? ഈ കേസിൽ നമുക്ക് കിട്ടി -1 അല്ലേ. -1 ലിമിറ്റ് വരിക -1 x ≤ 2 വരെ കിട്ടും ഈ കേസിൽ. ഇനി അടുത്ത കേസ് രണ്ടാമത്തെ കേസിൽ y = x² + 1 കൊടുക്കണം. അപ്പോൾ വൈൻ്റെ സ്ഥാനത്തൊക്കെ ഈ ഇതിൽ വൈൻ്റെ സ്ഥാനത്തൊക്കെ x² + 1 കൊടുക്കണം. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ dy എന്താ വരിക നോക്കാം. dy ഈ കേസിൽ dy = എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ dy = എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് x² എന്താണ്? 2x dx അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് 1 0 ആണ്. അപ്പം ഡിവൈൻ്റെ സ്ഥാനത്തൊക്കെ 2x dx അപ്ലൈ ചെയ്യുക. ഇനി അപ്പോൾ എല്ലാം എക്സിൻ്റെ ടേമിലേക്ക് മാറും. അപ്പോൾ എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് എന്തെന്നാണ് വരിക? -1 ≤ x ≤ 2 തന്നെയാണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത കേസ് പിക്ചറാണ്, അടുത്തത് ഗ്രാഫാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. ഡയറക്ഷൻ നോക്കണം, ഡയറക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തത് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ ചെയ്യും? തേർഡ് ക്വസ്റ്റ്യനിൽ ആദ്യം ഇതിനെ C1 കൊടുക്കണം, ഇത് C2 കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ടേമുകൾ ഇവിടെ എക്സിന് എന്താ വരിക? ഈ കേസിൽ C1ൻ്റെ കേസിൽ എന്താ വരിക? എക്സ് എന്ന് പറയുന്നത് -1 to 2 ആണ്. അപ്പോൾ ഇവിടെ വേരി ചെയ്യുന്നത് -1 to 2 വേരി ചെയ്യും എക്സ്. അപ്പം -1 x ≤ 2
വരെ പോവും. വൈ എന്താണ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്, ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് മാത്രമേ ഉണ്ടാവും. ഡി വൈ എന്തായി പോകും, 0 ആവും. എന്നിട്ട് എന്ത് ചെയ്യാം, ഡി വൈൻ്റെ സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്യാം. എക്സിൻ്റെ സ്ഥാനത്ത് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് വൈക്കിൻ്റെ സ്ഥാനത്ത് 2 അപ്ലൈ ചെയ്യാം. പിന്നെ ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഡി എക്സ് തന്നെ, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ സിമ്പിളായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ കേസ്, അപ്പോൾ ഇത് C2ൻ്റെ കേസാണ്. ഇതില്ലാട്ടോ പറയുന്നത്. ഇതിൽ C2ൻ്റെ കേസ് എന്താ വരിക, C2ൻ്റെ കേസ് ഇതിൻ്റെ കേസിൽ C2ൻ്റെ കേസ് എന്താ വരിക, C2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 2 കൊടുക്കണം. അപ്പോൾ ഡി എക്സ് എന്ത് വരും, ഡി എക്സ് ഈക്വൽ ടു എന്താ വരിക, 0 ആവും. അപ്പോൾ ഡി എക്സിൻ്റെ സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ടേം ആയിട്ട് പോകും. പിന്നെ വൈ എന്താ നോക്കാം, 2ൽ നിന്നും 5ലേക്കാണ്. അപ്പോൾ നമ്മളെ വേരി ചെയ്യുന്നത് അല്ലേ, വേരി ചെയ്യുന്നത് 2 ≤ y ≤ 5 ആണ്. അപ്പോൾ ഡി വൈ എക്സിസ്റ്റ് ചെയ്യും. ഡി വൈൻ്റെ സ്ഥാനത്ത് ഡി വൈ തന്നെ കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്ത് വൈ തന്നെ അപ്ലൈ ചെയ്യാം. എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, ഡി എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, അപ്ലൈ ചെയ്യുക. അപ്പം വേരി ചെയ്യുന്ന ലിമിറ്റ് വരെ 2 to 5 ആണ്. കാരണം എന്തുകൊണ്ട്, ഡയറക്ഷൻ നോക്കുക 2 to 5ലേക്ക് തന്നെയാണ് ഡയറക്ഷൻ. ഇത് -1 to 2 ആണ് ഡയറക്ഷൻ. അടുത്ത കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കേസ് നോക്കേണ്ടത് ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 4th ക്വസ്റ്റ്യൻ അല്ലേ. ഇത് 4th ക്വസ്റ്റ്യൻ ആണ്. 4th ക്വസ്റ്റ്യനിൽ ആദ്യം കേസിനെ C1 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക, C2 C3. അങ്ങനെയാണെങ്കിൽ C1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് C2 പ്ലസ് C3 ആണ് എന്ത് കേസ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, C1ൻ്റെ കേസ് കാണണം. C1ൻ്റെ എന്തൊക്കെയാണ് വരിക നോക്കുക. ഇവിടെ ഡയറക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. -1 എക്സ് എപ്പോഴും -1ൽ നിന്നും -1 തന്നെ, എക്സ് -1ൽ നിന്നും -1 തന്നെ. ഇവിടെ y എന്ന് പറയുന്ന ഏതിൻ്റെ ഇടയിലാണ്, അപ്പോൾ ഡി എക്സ് എപ്പോഴും 0 ആണ് വരിക. ഡി എക്സ് 0 ആണ് കേട്ടോ, ഡി എക്സ് 0. വൈക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0ൽ നിന്നും 2ൻ്റെ ഇടയിലാണ് വരിക. പക്ഷേ ഡയറക്ഷൻ എവിടെ നിന്ന് അങ്ങോട്ടാണ്, 2ൽ നിന്നും 0ലേക്കാണ് ഡയറക്ഷൻ. അപ്പോൾ ഇൻ്റഗ്രൽ എവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും, 2 to 0 എന്നാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ 0 to 2 അല്ല, 2 to 0. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കുക. എന്താണ് അടുത്ത കേസ്, C2ൻ്റെ കേസാണ്. സെയിം വേ C2 എക്സ് എവിടെ മുതൽ എവിടെ വരെയാണ്, -1 മുതൽ 2 വരെയാണ്. അപ്പം എക്സിന് അപ്പം -1 മുതൽ അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം -1 മുതൽ എക്സ് -1 മുതൽ <= 2 വരെ. അപ്പോൾ ഡി എക്സ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ വൈ എന്താ നോക്കാം, വൈ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0 ആണ്. അപ്പോൾ ഡി വൈ എന്തെന്നാണ് വരിക, ഡി വൈയും 0. അപ്പോൾ വൈക്കും ഡി വൈക്കും ഫംഗ്ഷനിൽ ഇവിടെ എന്ത് ചെയ്യണം, 0 കൊടുക്കണം. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെ വരും, ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഡി എക്സ് വരും. ലിമിറ്റ് കൊടുക്കേണ്ടി എവിടെ നിന്ന് അങ്ങോട്ടാന്ന് നോക്കുക, ഡയറക്ഷന് -1 to 2 ആണ് ഡയറക്ഷൻ. അപ്പം -1 to 2 എന്നാണ് ലിമിറ്റ് കൊടുക്കുക. ഇനി അടുത്ത കേസ് C3 ആണ് അല്ലേ. C3ൻ്റെ കേസ് നോക്കാം. C3ൻ്റെ കേസിൽ എന്തെന്നാ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C3 അവിടെ നിന്ന് എക്സ് 2 എന്നാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡി എക്സ് എന്താണ്, 0 ആണ് വരിക. വൈ എന്താണ് വരുന്നത് നോക്കാം, 0 to 5 ആണ്, ഡയറക്ഷൻ 0 to 5 ആണ്. അപ്പോൾ ഡി വൈ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 2ഉം ഡി എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 0യും കൊടുക്കുക. അപ്പോൾ അതോട് കൂടിയിട്ട് ഇൻ്റഗ്രൽ 0 to എവിടെ മുതൽ എവിടെ വരെ, 0 to 5 വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത ഹോംവർക്ക്, ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C x² + y² dx -2xy into dy on the given closed curve C. On the given closed curve C. Okay, on the given closed curve C. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യന്, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 5ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. 5ാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം, ഒരു സെമി സർക്കിളാണുള്ളത്. അപ്പം നമ്മൾ ആദ്യത്തിൽ C1 2 സർക്കിളുകൾ എടുക്കണം, C1 C2 എന്ന് എടുക്കണം. C1ൻ്റെ കേസ് C1ൽ സിമ്പിളാണ്. എവിടുന്ന് അങ്ങോട്ടാണ്, -1 -2, ഇവിടെ 0 1 2. അപ്പം C1ന് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2 to
എവിടം വരെയാണ്? 2 വരെയാണ്. വൈൻ്റെ വാല്യൂ 0 ആണ് അല്ലേ? y = 0 ആണ്. അപ്പോൾ ഡി എക്സും ഡി വൈയും കാണാമല്ലോ. ഡി എക്സ് തന്നെ, ഡി വൈ എന്ന് പറഞ്ഞാൽ 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ കിട്ടും അല്ലേ? ഇനി C2ൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. C2ൻ്റെ കേസിൽ എന്താ വരുന്നത് എന്നുള്ളത് നോക്കുക, ചെക്ക് ചെയ്യുക. C2ൻ്റെ കേസിൽ നമ്മൾ വരുന്നത് ഇവിടെ C2ൽ എന്താണ്? കേർവ് ആണ് വരുന്നത്. അതായത് x² + y² = 4. അതായത് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് വിത്ത് റേഡിയസ് r = 2 അല്ലേ? അപ്പോൾ ഈ കേസിൽ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C2 ആണ്. അപ്പോൾ C2 ആയതുകൊണ്ട് C2ൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? എക്സിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ എല്ലാ വാല്യൂസും പാരാമെട്രിക് ഫോമിലേക്ക്, പോളാർ ഫോമിലേക്ക് മാറ്റുകയാണ്. x = എന്താണ്? r cos t അല്ലേ? t ഫ്രം വേർ ടു വേർ, പൈ ടു അല്ലെങ്കിൽ 0 to π/2 അല്ലേ? 0 to π/2 ആണ് വരിക. അപ്പോൾ r cos t, r ഇവിടെ എന്താണ്? റേഡിയസ് = ഇവിടെ r² എന്നാണ്, which is equal to r² = 4. അപ്പം r = എന്താണ്? 2. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത്? 2 cos t എന്ന് കിട്ടും. അതുപോലെ തന്നെ y = എന്താണ്? r sin t. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 sin t. അപ്പോൾ 2 sin t എന്നും കിട്ടി. ഇനി എക്സിൻ്റെയും വൈൻ്റെയും സ്ഥാനത്ത് എന്ത് ചെയ്യാം? 2 cos t എന്നും വൈൻ്റെ സ്ഥാനത്ത് 2 sin t എന്നും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡി എക്സും ഡി വൈ ഇതിൽ നിന്ന് കിട്ടും. 2 - sin t യും ഇവിടെ കിട്ടുക 2 cos t യും കിട്ടും. അത് ഡി വൈൻ്റെയും ഡി എക്സിൻ്റെ സ്ഥാനത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യാം. എവിടുന്ന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എവിടുന്ന് അങ്ങോട്ടായിരിക്കും? 0 to π വരെ ആയിരിക്കും. കാരണം എന്തുകൊണ്ട്? ഇവിടം വരെ ഇത് 0 ആണ്, ഇതെന്താണ്? π/2 ആണ്, ഇവിടെ എന്താണ്? π ആണ്. ഓക്കെ, അപ്പോൾ 0 to π/2 എടുക്കുന്ന ലിമിറ്റ് 0 to π/2 അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × എന്ന് കൊടുക്കണം. അതല്ല എങ്കിൽ 0 to π ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈൻ്റെ സ്ഥാനത്ത് ആദ്യം ഇവിടെ 2 കേർവ് ആണുള്ളത്. ഒന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത് C1 ആക്കി എടുക്കുക, മറ്റേത് ഞാൻ C2 ആക്കി എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C1 + C2 ആണ് ഇവിടുത്തെ ഇൻ്റഗ്രൽ ഓവർ C എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ C1ൻ്റെ കേസിൽ നമ്മൾ എക്സിൻ്റെ വൈ എന്താണ്? ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ y = എന്താണ്? y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x² ആണ് C1ൻ്റെ കേസിൽ കേട്ടോ. C1ൻ്റെ കേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ dy = ഡെറിവേറ്റീവ് ഓഫ് y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 2x × dx ആണ് വരിക. അപ്പോൾ dy ൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യണം? ഫംഗ്ഷനിൽ 2x × dx കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് x തന്നെ, വൈൻ്റെ സ്ഥാനത്ത് x² കൊടുക്കുക. ഓക്കെ, സെയിം വേ C2ൻ്റെ കേസിൽ അതുപോലെ തന്നെ വരുന്നത് എന്താണ്? y = എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? √x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി dy ൻ്റെ സ്ഥാനത്ത് എന്ത്? ഡെറിവേറ്റീവ് ഓഫ് y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഡെറിവേറ്റീവ് ഓഫ് √x-ൻ്റെ ഡെറിവേറ്റീവ്, √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √x × dx. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടി സം ചെയ്യുക. ഓക്കെ, ലിമിറ്റിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ എക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ 0 എവിടെയാണ്? 1 വരെയും, പിന്നെ അടുത്ത ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. 1-ൽ നിന്നും 0-ലേക്കാണ്. C2ൽ 1-ൽ നിന്നും, ഇവിടെ C1ൻ്റെ കേസിൽ 0 < x < 1 ആണ്. C2ൻ്റെ കേസിൽ എന്താണ്? ഇവിടുന്ന് 0 to 1-ലേക്കാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ കേസ് എന്താണ്? 0 < x < 1 തന്നെയാണ്. പക്ഷേ 1-ൽ നിന്നും 0-ലേക്കാണ്. അതായത് ലോവർ ലിമിറ്റ് 1-ഉം അപ്പർ ലിമിറ്റ് 0-യും ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ അല്ലേ? എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണിത്? 7ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ ഓവർ C x² - y² × ds. എസിൻ്റെ കൺസെപ്റ്റ്സ് നമുക്കറിയാം. ds വന്നിട്ടുണ്ട് എങ്കിൽ √f' അല്ലേ, അല്ലെങ്കിൽ x' y' ആണ് അല്ലേ? x² + y² × dt ആണ് അല്ലേ? ഇവിടെ എക്സ് ഫങ്ഷൻ ഓഫ് കോസ് ആണ്, ടി ആണ് അല്ലേ? കോസ് ടിയും സൈൻ ടിയും ആണ്, അതുകൊണ്ട് ഫങ്ഷൻ ഓഫ് ടി ആണ് അല്ലേ? അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഡി എസിൻ്റെ സ്ഥാനത്തുള്ള ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുക. √x² + y². ഓക്കെ, അപ്പം അത് ചെയ്യുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 2π ആണ്.
എയ്ത്ത് ക്വസ്റ്റ്യന് ചെക്ക് ചെയ്യുക. ഇതേ പ്രകാരം തന്നെ -c എന്നാണ് കൊടുത്തത്. -c എന്ന് പറയുമ്പം ഇവിടുന്ന് 0 to -π. അപ്പോൾ -π to 0 ആണ് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. ഓക്കെ ഓക്കെ അപ്പോൾ y dx -x dy ഗിവൺ ചെയ്യുന്നത് x എന്താന്ന് ഇവിടെ തന്നിട്ടുണ്ട്, cos t ആണ്. അപ്പം dx എന്ന് പറയുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഡെറിവേറ്റീവ് ആണ് ഇതിൻ്റെ. അതുപോലെ തന്നെ dy y തന്നിട്ടുണ്ട്, yൻ്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് 3 sin t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് dy കാണണം. dy എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് 3 sin tൻ്റെ ഡെറിവേറ്റീവ്, അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈൻ ഇൻ്റഗ്രൽ ഇൻ സ്പേസ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇൻ പ്ലെയിൻ ആയിരുന്നു അല്ലേ? അതായത് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ XY 2 ഡയമെൻഷണൽ സ്പേസിലായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പേസിലാണ്, 3 ഡയമെൻഷനിൽ. അതായത് XYZ പ്ലെയിനിലാണ്. XYZ അല്ലേ, അതിനെ നമ്മൾ സ്പേസ് എന്നാണ് പറയാറ്. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഒരു 3 സ്പേസിൽ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന സം ഫംഗ്ഷൻ ഓഫ് ടി, yx എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ടി, y എന്ന് പറയുന്നത് അനദർ ഫംഗ്ഷൻ ഓഫ് ടി, z എന്ന് പറയുന്ന അനദർ ഫംഗ്ഷൻ ഓഫ് ടി. അങ്ങനെയാണ് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ട്. ടിയുടെ ലിമിറ്റ് ഫ്രം a to b ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇൻ്റഗ്രൽ ഓവർ c അല്ലേ, ഇൻ്റഗ്രൽ g of x, y, z into dz ഓവർ c ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇൻ്റഗ്രൽ a to b g of f of t, g of t അല്ലേ, h of t of h dash of t into dt. ഓക്കെ, h dash of t എന്തുകൊണ്ടാണ് h dash of t ഇവിടെ dz ആണ്. z എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് h of t ആണ്. അപ്പോൾ h dash ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി ടി അല്ലേ, ഇൻറ്റു ഡി ടി ആണ് വരിക അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അത് എഴുതുക. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ഇനി മറ്റൊന്നുള്ളത് ഏത് ആർക്ക് ലെങ്ത്തിൻ്റെ കൺസെപ്റ്റ്സ് പഠിച്ചിട്ട് അല്ലേ, വിത്ത് റെസ്പെക്ട് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ആർക്ക് ലെങ്ത്, അതിനെയാണ് ഡി എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് ലെങ്ത് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഇൻ്റഗ്രൽ ഓവർ a to b g of f of t, g of t, h of t of root of f dash of t plus g dash of t plus h dash of t സ്ക്വയർ. ഓക്കെ, സ്ക്വയർ ഉണ്ട്, എല്ലാത്തിനും സ്ക്വയർ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, എല്ലാത്തിനും എന്തുണ്ട്, സ്ക്വയർ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് ഈ 2 ഇക്വേഷനുകളും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനും അതുപോലെ തന്നെ ഈ ഇക്വേഷനും നിങ്ങൾ ഓർമ്മയിലുണ്ടാവുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ. ഏത് ഇൻ്റഗ്രലാണ്? ഇൻ്റഗ്രൽ ഓവർ സി y ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ പ്ലസ് z ഇൻറ്റു ഡി സെഡ് where c is the helix, x equal to 2 cos t, y equal to 2 sin t, z equal to t from 0 to 2 pi. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് y എന്താ, x എന്താണ് തന്നിട്ടുണ്ട്, ഗിവണാണ്. x എന്താണ് 2 cos t ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇവിടെ ഡി എക്സ് ഉണ്ട്, എക്സ് ഉണ്ട്, ഡി എക്സ് ഉണ്ട്, ഡി വൈ ഉണ്ട്, ഡി സെഡ് ഉണ്ട്, സെഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആൻസറാണ് കേട്ടോ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൻസറാണ്. ഓക്കെ, ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എക്സ് കോസ്റ്റി ആണ് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് വൈ എന്താ തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു 2 സൈൻ ടി തന്നിട്ടുണ്ട്, സൈൻ ടി തന്നിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്, ടി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ്, അതായത് ഡി എക്സ് എന്താണ് വരിക, 2 കോസ്റ്റിൻ്റെ സ്ഥാനത്ത് മൈനസ് സൈൻ ടി, അതായത് -2 സൈൻ ടി അല്ലേ. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് ഡി വൈ അല്ലെങ്കിൽ ഡി വൈ എന്താണ് വരുന്നത്, ഇൻറ്റു ഡി ടി കൂടി ഉണ്ടാവും. ഐ എം വെരി സോറി ഇല്ലേ, ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഡി വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് 2 സൈൻ ടി, അപ്പോൾ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കോസ് ടി ആണ് അല്ലേ, കോസ് ടി. അപ്പം നമുക്ക് എഴുതാം കോസ് ടി. ഇനി അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ എന്താണ്, ടി എന്നാണ് ഡെറിവേറ്റീവ് ഓഫ് ടി, അതായത് ഡി ടി. അപ്പോൾ ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രൽ
അല്ലേ? സി വൈ ഇൻറ്റു ഡി എക്സ്. ഇവിടെ ടീൻ്റെ ലിമിറ്റ് നോക്കുക, 0 to എല്ലാം ടീയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം 0 to 2π. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2π അല്ലേ, ഫ്രം 0 to 2π. ഇനി എന്താണ് വരുന്നത് നോക്കാം. ഇനി y ഇൻറ്റു ഡി എക്സ്. വൈ എന്താണ്? 2 sin t ഇൻറ്റു ഡി എക്സ് എന്താണ്? -2 sin t dt അല്ലേ? അപ്പം -2 sin t dt പ്ലസ് എക്സ് ഇൻറ്റു എക്സ് എന്താണ്? 2 cos t ഇൻറ്റു ഇനി എന്താണ് വരുന്നത്? dy എന്താണ്? 2 cos t dt ആണ്. ഓക്കെ, 2 cos t dt. ഇനി പ്ലസ് ഡി സെഡ് എന്താണ് നോക്കാം. ഡി സെഡ് എന്താണ്? ടി ആണ്. ഇനി അടുത്തത് ഡി സെഡ് എന്താണ്? ഡി ടി ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 2π അല്ലേ, 2 sin t, 2 into 2 4 minus 4 sin t sin square t അല്ലേ, sin square t. ഇനി അടുത്തത് sin square t, പിന്നെ അടുത്തത് എന്താണ് വരുന്നത്? sin square t, പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഡി ടി കോമൺ ആയിട്ട് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഞാനത് പുറത്തെടുക്കുകയാണ്. പ്ലസ് ഇനി 2 into 2 4 cos into cos square അല്ലേ, cos square t പ്ലസ് ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത് ഇൻറ്റു ഡി ടി. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടി. ഇവിടെ മൈനസ്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഇൻ്റഗ്രൽ 0 to 2π അല്ലേ, മൈനസ് ഇതിനെ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ 4 ഈസ് കോമൺ ഫോർ ടേക്ക് ഔട്ട് സൈഡ്. ഇനി ഞാൻ ആദ്യം കോസ് സ്ക്വയർ ടീനെ ആദ്യം എഴുതി, പിന്നെ മൈനസ് സൈൻ സ്ക്വയർ ടീനെ പിന്നെ എഴുതി, സൈൻ സ്ക്വയർ ടി അല്ലേ. ഇനി എന്താ കുഞ്ഞാപ്പ്? ഇത് പ്ലസ് ടി ഇൻറ്റു ഡി ടി, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നോക്കുക, കോസ് സ്ക്വയർ ടി മൈനസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് എ റിസൾട്ട്. ഏത് റിസൾട്ടാണ്? കോസ് സ്ക്വയർ ടി. കോസ് ടി പ്ലസ് ടി എന്താണ്? കോസ് ടി ഇൻറ്റു കോസ് ടി മൈനസ് സൈൻ ടി ഇൻറ്റു സൈൻ ടി, അതായത് കോസ് സ്ക്വയർ ടി മൈനസ് സൈൻ സ്ക്വയർ ടി. അപ്പോൾ കോസ് 2t ഡെഫിനിഷൻ എന്താണ്? റിസൾട്ടാണത്. അപ്പോൾ 0 to 2π, അപ്പം 4 ഇൻറ്റു കോസ് സ്ക്വയർ ടി മൈനസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ കോസ് 2t എന്ന് നമുക്ക് എഴുതാം, പ്ലസ് ടി ഇൻറ്റു ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം, വെറുതെ ഇനി നിൽക്കണ്ടല്ലോ. കോസ് 2t ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? സൈൻ 2t/2, ഇവിടെ 4 ഉണ്ട്, പ്ലസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി സ്ക്വയർ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി സ്ക്വയർ ബൈ ടി 2 അല്ലേ. ഫ്രം വേർ ടു വേർ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 to 2π അല്ലേ. ഓക്കെ, ഇനി 2 ക്യാൻസൽ, 2ഉം 4ഉം ക്യാൻസലായി 2 ആയി. അപ്പോൾ 2 sin 2t. 2π അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ sin 4t, sin 4π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഇനി 2 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2π അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 സ്ക്വയർ കറസ്പോണ്ടിങ് ആയിട്ട് 4π സ്ക്വയർ അല്ലേ, 4π സ്ക്വയർ ബൈ 2 പ്ലസ് 0 സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, ടി സ്ക്വയർ ടിക്ക് 0 കൊടുത്താൽ 0, therefore 0 which is equal to നമുക്ക് കിട്ടിക്കഴിഞ്ഞു 2 ക്യാൻസൽ, 2ഉം 4ൽ ക്യാൻസൽ ചെയ്താൽ 2 ആണ് കിട്ടുക കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ 2π സ്ക്വയർ വിച്ച് ഈസ് ദി അവർ ആൻസർ. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഹോംവർക്കാണ്. ഇവാലുവേറ്റ് അല്ലേ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ, ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ y dx പ്ലസ് അല്ലേ, y dx പ്ലസ് z dy പ്ലസ് x dz ഓൺ ദി ഗിവൺ കർവ് ബിറ്റ്വീൻ
0 0 0 ആൻഡ് 6 8 5 അല്ലേ? അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഇടയിലാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി കർവ് പറയണം, സികൾ പറയാണ്. ഒന്നാമത്തെ കോർഡിനേറ്റ് വൈസ് ആണ് തന്നിട്ടുള്ളത്. അതായത് ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 0 0 to 2 3 4. അപ്പം എന്ത് ചെയ്യണം? XYZ പ്ലെയിനിലാണ് എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഓരോരോ കേർവും വ്യത്യാസമുണ്ട്. എത്ര കേർവ് ഉണ്ടാവും ഇവിടെ? കാരണം ഇവിടെ നിന്ന് സീറോയിൽ നിന്നും 2 3 4ലേക്ക് 2 3 4ലേക്ക് ഒരു കേർവ് ഉണ്ടാവും. പിന്നെ 2 3 4ൽ നിന്നും 6 8 5ലേക്ക്, പിന്നെ ഇവിടെ നിന്നും 6 8 5ലേക്ക്, ഇവിടെ നിന്നും 6 8 5ലേക്ക് ഒരു കേർവ് ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ കേർവ് ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇനി ടി പറയുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ C1 C2 ആക്കി എടുക്കുന്നതാണ് നല്ലത്. C1 C2 ആക്കി എടുക്കാം. ഒന്നാമത്തെ കേസിൽ C1ഉം C2 ആക്കി എടുക്കാം. ഈ കേസിൽ കേട്ടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കേസിൽ അങ്ങനെ C1 C2 ആക്കി എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇനി അപ്ലൈ ചെയ്യാം. എക്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് എങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്? 0 to 2 ആണ് അല്ലേ? അപ്പം ഡി എക്സിൻ്റെ സ്ഥാനത്ത് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് വൈ വരിക എന്നുള്ളത് നോക്കണം. അതുപോലെ എക്സ് എന്താ വരിക എന്നുള്ളത് നോക്കണം. വേരി ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ട് എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ഇവിടെ XY കോമ്പണൻറ്റ് ചെയ്യാം. അടുത്തത് മറ്റൊന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യന്. ഓക്കെ, എക്സിൽ അല്ലേ ഇതേ കേസിൽ തന്നെ 0 to 2 ആണ് തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. എക്സിന് 3t ആണ്. x ഈക്വൽ ടു 3t തന്നിട്ടുണ്ട്. y ഈക്വൽ ടു t³ തന്നിട്ടുണ്ട്. z ഈക്വൽ ടു 5/4 t² തന്നിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് dx ഈക്വൽ ടു എന്താണെന്ന് പറയാം? 3 × dt ആണ് എന്ന് പറയാൻ പറ്റും അല്ലേ? dt ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ വൈൻ്റെ സ്ഥാനത്ത് വൈൻ്റെ t³ കൊടുക്കുക, എന്നിട്ട് dxൻ്റെ സ്ഥാനത്ത് 3 × dt കൊടുക്കുക. സെയിം സെഡിലും അതുപോലെ തന്നെ സെഡിൻ്റെ സ്ഥാനത്ത് 5/4 t² അപ്ലൈ ചെയ്യുക. dy എന്താ നോക്കുക? dy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dy ഈക്വൽ ടു എന്താണ് വരുന്നത്? t³. അപ്പോൾ 3t² × dt ആണ് വരിക അല്ലേ? അതുപോലെ dz എന്താണ് വരുന്നത് നോക്കുക? dz ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5/4 × 2t × dt. അപ്പോൾ ഇതൊന്നും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 5/2 അല്ലേ? 5/2 t × dt. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് dz-ൻ്റെ സ്ഥാനത്ത് അപ്ലൈ ചെയ്യുക, ഇതിൽ കൊടുക്കുക. ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. ഓക്കെ, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അല്ലേ നമുക്കൊരു വർക്ക് ഉണ്ടായിരിക്കണം അല്ലേ? ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം. ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഡയറക്ഷൻ അല്ലേ, പൊസിഷൻ അല്ലേ, അങ്ങനെയും പറയാറുണ്ട്. അപ്പം അതിൻ്റെ ഡെഫിനിഷനാണ് W ഈക്വൽ ടു വർക്കിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് W ആണ് അല്ലേ? W ഇൻ്റഗ്രൽ F.dr/c അല്ലെങ്കിൽ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ വെക്റ്റർ R ഈക്വൽ ടു എപ്പോഴും പൊസിഷൻ വെക്റ്റർ എപ്പോഴും ഉണ്ടാവുക, F എപ്പോഴും ഉണ്ടാവുക. F എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴും ഉണ്ടാവുക സം ഫംഗ്ഷൻ ഓഫ് x, y i പ്ലസ് അടുത്തത് സം ഫംഗ്ഷൻ ഓഫ് q ഓഫ് x, y വേറെ അനദർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ j. ഈ മോഡലാണ് ഉണ്ടാവുക. പക്ഷേ R പൊസിഷൻ വെക്റ്റർ എപ്പോഴും R ഈക്വൽ ടു എപ്പോഴും ഉണ്ടാവുക x i പ്ലസ് y j. ഇതിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. R എപ്പോഴും എന്താണ്? x i പ്ലസ് y j. ഈ മോഡലാണ് ഉണ്ടാവുക. ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. ഓക്കെ പക്ഷേ ഫോഴ്സ് എപ്പോഴും ഉണ്ടാവുക സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഐ ക്യാപ് പ്ലസ് അനദർ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ജെ ക്യാപ്. ആ മോഡലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ കുഞ്ഞാപ്പു ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് അല്ലേ? ഡി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം റൂട്ട് ഓഫ് അല്ലേ എക്സ് ഡാഷ്
എക്സ് ഡാഷ് സ്ക്വയർ അല്ലേ, റൂട്ട് ഓഫ് ഡി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, എക്സ് ഡാഷ് സ്ക്വയർ അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഡെറിവേറ്റീവ് ഓഫ് വൈ അല്ലേ, സ്ക്വയർ ഇൻറ്റു ഡി ടി ആണ് അല്ലേ. എക്സ് എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഈസ് അനദർ ഫംഗ്ഷൻ ഓഫ് ടി. അതായത് എക്സിനെ നമ്മൾ എഫ് ഓഫ് ടി എന്നും വൈനെ നമ്മൾ ജി ഓഫ് ടി എന്നും ആണ് എടുക്കാറുള്ളത്. ഓക്കെ, എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞാപ്പാണ്. ഇനി ടി എന്താന്നുള്ളതാണ്. ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ. യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ടി ഈക്വൽ ടു എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി എസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഡി ആർ ബൈ ഡി എസ്. ഓക്കെ, ഡി ആർ ബൈ ഡി എസ് ആണ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് വേറൊരു കൺസെപ്റ്റ്സ് കൂടി ഉണ്ട്. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി എഴുതാൻ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. അതായത് ഡി ആർ ബൈ ഡി എസ് ഇൻറ്റു ടി എസ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്താണ്, ഓക്കെ, ഈ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ആർ ബൈ ഡി എസ് ആണ് എന്ന് ഓർത്തോളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതെന്താണ്, വിത്ത് പൊസിഷൻ വെക്റ്റർ വിത്ത് ആർക്ക് ലെങ്ത്. ഇത് ആർക്ക് ലെങ്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. എന്താണ് ആർക്ക് ലെങ്ത് എന്നറിയാലോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് 2 ഡയമെൻഷനിലാണ് വെക്റ്റർ സ്പേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സും വൈയും മാത്രമേ ഉള്ളൂ. സെഡ് കൂടി വന്നാൽ അതുകൂടി കൂടുന്നേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ സെഡ്, വൈ പ്ലസ് സെഡ് എന്നും കൂടിയേ ഉണ്ടാവും. സം ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്, സം ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ്, സം ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഒന്നുകൂടി ഉണ്ടാവും. ജെ ക്യാപ്പും കെ ക്യാപ്പും കൂടി ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത സംഭവം തന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. ഈ സംഭവം നമുക്ക് കിട്ടണം. ഓക്കെ, സോറി, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ഈ കൺസെപ്റ്റ്സ് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മറന്നുപോയി ഇമേജ് എടുത്ത് വെക്കാൻ. ഓക്കെ, അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എഫ് ഈക്വൽ ടു, എഫ് തന്നിട്ടുണ്ട് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്. അത് വിചാരിച്ച് നമ്മൾ 6 ഇതാണ് എന്നോ ഇല്ല എന്നുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എഫ് ഈക്വൽ ടു 3/4 ഐ ക്യാപ് പ്ലസ് 1/2 ജെ ക്യാപ് എലോങ് ദി കർവ് സി ട്രേസ്ഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ ഫ്രം ടി ഈക്വൽ ടു 0 to 3. ഇവിടെ തന്നിട്ടുണ്ട് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കോസ് ടി, അതായത് എക്സ് ഈക്വൽ ടു എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് എക്സ് ആണ്, ഇതെന്താണ് വൈ ആണ്. ഇത് എപ്പോഴും തെറ്റിക്കരുത്, എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇയാളെ കൊടുക്കാൻ പറ്റും. ആർ യു അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സൊല്യൂഷൻ കാണാം അല്ലേ. സൊല്യൂഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെന്താണ്, ആർ ഓഫ് ടിയിൽ എപ്പോഴും ആദ്യം വരുന്നത് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്പ് എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, അതെപ്പോഴും എടുത്തോളുക. ഇവിടെ എഫ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് തന്നിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻ എ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് എഫ് ഡോട്ട് ഡി ആർ ആണ്. അപ്പോൾ ഡി ആർ ആദ്യം കാണണം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ആർ ഈക്വൽ ടു ഡി ആർ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മൈനസ് സൈൻ ടി അല്ലേ, സോറി, മൈനസ് എന്താണ്, മൈനസ് സൈൻ ടി ഇൻറ്റു ഡി ടി അല്ലേ, ഐ ക്യാപ് പ്ലസ് അടുത്ത ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് ടി ഇൻറ്റു ഡി ടി ജെ ക്യാപ്. ഓക്കെ, ഇനി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലേ. കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഡബ്ല്യു ഈക്വൽ ടു ഇൻ്റഗ്രൽ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി ഫ്രം വേർ ടു വേർ 0 to pi 0 to pi അല്ലേ. എഫ് എന്താണ്, എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് അല്ലേ. ഡോട്ട് ഡി ആർ എന്താണ് തന്നിട്ടുണ്ട്, മൈനസ് സൈൻ ടി ഐ ക്യാപ്
പ്ലസ്, കാരണം ഡി ടി കോമൺ ആയതുകൊണ്ട് പുറത്തെടുക്കാം, സൈൻ ടി കോസ് ടി ഇൻറ്റു ഡി ടി. ജെ ക്യാപ്പ് ഉണ്ട് അല്ലേ, ജെ ക്യാപ്പ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എക്സ് എന്താന്ന് തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. എക്സ് ഈക്വൽ ടു ഇവിടെ തന്നിട്ടുണ്ട്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ആര്? 0 to പൈ. എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാം? കോസ് ടി ഐ ക്യാപ്പ് അല്ലേ, പ്ലസ് സൈൻ ടി ജെ ക്യാപ്പ് അല്ലേ, ഇൻറ്റു മൈനസ് സൈൻ ടി ഐ ക്യാപ്പ് പ്ലസ് കോസ് ടി ജെ ക്യാപ്പ്. ഓക്കെ, ഇൻറ്റു ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ എന്ത്, കോസ് ടി മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി സൈൻ ടി ഐ ക്യാപ്പ് ഇൻറ്റു ഐ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ് യൂണിറ്റ് അല്ലേ, 1 ആണ്, പ്ലസ് സൈൻ ടി കോസ് ടി, അപ്പം കോസ് ടി സൈൻ ടി ഇൻറ്റു ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് കോസ് ടി സൈൻ ടി പ്ലസ് കോസ് ടി സൈൻ ടി എന്ന് പറഞ്ഞാൽ 0. ദെൻ യു വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ 0 to പൈ 0 ഇൻറ്റു ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഹെൻസ് ദി പ്രൂഫ് അല്ലേ. ആദ്യത്തെ എ ക്വസ്റ്റ്യൻ്റെ പരിപാടി കഴിഞ്ഞു. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന് 0 ആണ് കിട്ടി. ഇനി ബി ഉണ്ട്, എഫ് ഈക്വൽ ടു 3/4 1/2 അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ചെയ്യാം. ബിൻ്റെ കേസ് ഡബ്ല്യു ഈക്വൽ ടു എന്താണ് നമുക്കറിയാം, എഫ് ഡോട്ട് ഡി ആർ ആണ്. ഓക്കെ, ഇവിടെ സി ഓവർ സി. അപ്പോൾ ഡി ആർ ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത കുഞ്ഞാപ്പ് തന്നെ, ഡി ആർ ഈക്വൽ ടു എന്താണ്? കോസ് ടിയുടെ ഡെറിവേറ്റീവ്, അതായത് മൈനസ് സൈൻ ടി ഐ ക്യാപ്പ് അല്ലേ, മൈനസ് സൈൻ ടി ഐ ക്യാപ്പ് പ്ലസ് കോസ് ടി ജെ ക്യാപ്പ് അല്ലേ. അങ്ങനെയാണ് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റു ഡി ടി, ഇൻറ്റു ഡി ടി കോമൺ ആയിട്ട് ഇൻറ്റു ഡി ടി. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ സിൻ്റെ സ്ഥാനത്ത് 0 to പൈ അപ്ലൈ ചെയ്യാം. എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 ഐ ക്യാപ്പ് പ്ലസ് 1/2 ജെ ക്യാപ്പ് അല്ലേ, ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ, 1/2 ജെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ 3/2 അല്ലേ ഇൻറ്റു ഡി ആർ എന്താണ്? മൈനസ് സൈൻ ടി ഐ ക്യാപ്പ് പ്ലസ് കോസ് ടി ജെ ക്യാപ്പ് ഇസിൻറ്റ് ഇറ്റ് ഇൻറ്റു ഡി ടി, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു അപ്ലൈ ചെയ്യാം ഇൻ്റഗ്രൽ 0 to പൈ 3 മൈനസ് 3/4 സൈൻ ടി അല്ലേ പ്ലസ് 1/2 ഇൻറ്റു കോസ് ടി എന്തായി മാറും? 1/2 കോസ് ടി ഇൻറ്റു ഡി ടി അല്ലേ. ഡോട്ട് പ്രോഡക്റ്റ് ആണ്, സ്കേലാർ പ്രോഡക്റ്റ് ആണ്, അതായത് സ്കേലാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ്റെത് കോസ് ആണ്, മൈനസ് കോസ് ടി ആണ്. ദാറ്റ് മീൻസ് മൈനസ് എന്താവും? പ്ലസ് ആവും. ദാറ്റ് മീൻസ് 3/4 കോസ് ടി പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് കോസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ടി ആണ്. അപ്പം സൈൻ t/2 ഫ്രം 0 to പൈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് ദി ആൻസർ 3 പൈ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ -3/4 അല്ലേ. കാരണം പൈ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ് പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ഇൻറ്റു 3/4 -3/4. സൈൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 അല്ലേ 0. ഇനി കോസ് ടിക്ക് 0 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് ഓഫ് അല്ലേ 0 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1. അപ്പോൾ വീണ്ടും 3/4. അടുത്തത് സൈൻ ടി 0 ആയി മാറും അല്ലേ. യെസ് 0 ആയി മാറും. That means you will get -3/4 which is equal to 2 into 3/4. That is equal to 2 cancel with which
വിച്ച് ഈസ് ഈക്വൽ ടു -3/2 അല്ലേ? -3/2. ദിസ് ഈസ് ദി അവർ ആൻസർ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ് നോട്ട് സർക്കുലേഷൻ. ഒരു ലൈൻ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ആണെങ്കിൽ, സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള വർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ചെയ്യാൻ ശ്രദ്ധിക്കണേ. അതായത് സർക്കുലേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ ഇൻ്റഗ്രൽ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ലൈൻ ഇൻ്റഗ്രൽ ആണ് എങ്കിൽ അതിൻ്റെ മുകളിലുള്ള വർക്ക് അല്ലെങ്കിൽ ആ കർവിൻ്റെ മുകളിലുള്ള വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ F.dr/c, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ F.t/ds/c. ടി എന്താണ്? യൂണിറ്റ് ടാൻജൻറ്റ്, അതായത് dr/ds. ഓക്കെ അങ്ങനെയാണ് എങ്കിൽ ഇനി ഹോംവർക്ക് ആണല്ലോ. അപ്പം ഇവിടെ ഒരു കാര്യം കൂടി പറയാണ്ട്, സർക്കുലേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ സർക്കുലേഷൻ ഇല്ല, സ്റ്റേബിളാണ്. ഇപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിൻ്റെ കേസിൽ, ഫ്ലൂയിഡിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ F.d ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നില്ല, സർക്കുലേറ്റ് ചെയ്യുന്നില്ല എന്ന്. ഇനി ഗ്രേറ്റർ ദാൻ ആണ് എങ്കിൽ, സർക്കുലേഷൻ ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസിലായിരിക്കും. എന്തായിരിക്കും? കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, വല്ലാത്ത ക്ലോക്ക് ആയി പോയി അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി ലെസ് ദാൻ 0 ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഡയറക്ഷനിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ F.dr. ഹോംവർക്കാണ്, ഹോംവർക്ക് ചെയ്യണം കേട്ടോ. അസൈൻമെൻ്റ് ആയിട്ട് F.dr ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C F.dr കാണാനാണ്. ഓവർ ദി ഫീൽഡ് ഇവിടെ തന്നിട്ടുണ്ട്. R(t) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്തിൽ തന്നിട്ടുണ്ട്. ഇത് എക്സ് ആണ്, ഇതെന്താണ്? വൈ ആണ് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇവിടെ. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്, സെഡ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 3 കണ്ടീഷൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ ടി കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്തൊക്കെ അപ്പം ഇത് കൊടുക്കുക, എന്നിട്ട് dr കാണുക. ഓക്കെ, പ്രശ്നം കഴിഞ്ഞു. ഇത്രയൊക്കെ സംഭവമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ്. അപ്പം ഒരു ക്വസ്റ്റ്യനായി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കുക. ഇവിടെ തന്നിട്ടുള്ളത് വൈ തന്നിട്ടുണ്ട്, എക്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R ഈക്വൽ ടു പൊസിഷൻ വെക്റ്റർ നോക്കുക, എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്പ് ആണ്. വൈ തന്നിട്ടുണ്ട് എന്താണ്? ln(x) ആണ്. അപ്പോൾ വൈ എന്താണ്? xn ആയിരിക്കും. അല്ല, എക്സ് എന്തെന്നായിരിക്കും? xn ആയിരിക്കും. ഓക്കെ, കാരണം ഇത് ഫങ്ഷൻ ഓഫ് എക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എവിടെ നിന്നാണ് എടുക്കേണ്ടത്? 1 to e ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ 1 to e എടുക്കാം, അതല്ല ഇതിനെ x ഈക്വൽ ടു ടി എന്ന് പറഞ്ഞിട്ട് ഡി ടിയിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റുകയും ചെയ്യാം. ഓക്കെ, ആർ യു അണ്ടർസ്റ്റുഡ്? ആസ് യു ലൈക്ക്. എക്സ് ഈക്വൽ ടു ടി, അങ്ങനെ വരുമ്പം വൈ ഈക്വൽ ടു ln(t) എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ബാക്കിയൊക്കെ സെയിം വേ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കേർവ് ആണ്. അപ്പോൾ ഇതിൻ്റെ കേസ് സിമ്പിൾ. R ഈക്വൽ ടു തന്നെയാണ് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ്പ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കണം, ലൈൻ സെഗ്മെൻ്റ് ആണ്. -2 to ഇത് കേസ് C1 C2 ആക്കിയെടുക്കുക, ഇത് C1 ആക്കിയെടുക്കുക, ഇത് ഇവിടെ മുതൽ ഇത് C2 ആക്കിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സ് ഈക്വൽ ടു വൈ, എക്സ് എവിടെ നിന്ന് എങ്ങോട്ട് വാരി ചെയ്യുന്നുണ്ട് നോക്കുക, വൈ എവിടെ നിന്ന് ഇങ്ങോട്ട് വാരി ചെയ്യുന്നുണ്ട് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.